ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് എൻ്റെ ഓഫീസ് ട്രിപ്പിലെ വിശേഷങ്ങളാണ്. ട്രിവാൻഡ്രം ടു ആലപ്പുഴ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. എല്ലാവരും മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുമായിരുന്നു ഈ ഒരു ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴ പോകുന്ന വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഒരു 1 ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 7 മണിയായപ്പോഴായിരുന്നു ഈ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 12 കാലൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളായിരുന്നു ഇത് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള പോകുന്ന വഴിക്ക് നമ്മൾ ഇയർലി മോർണിംഗ് 7 മണിക്ക് തന്നെ പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊല്ലത്തുള്ള ഒരു കടയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് അവിടെ ഇതുപോലെ ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ മീൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. അപ്പോൾ എല്ലാ സ്റ്റാഫ്സും അടുത്തടുത്തുള്ള ടേബിൾസിൽ തന്നെയാണ് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒരു പ്ലെയിൻ ദോശയും വടയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നേരെ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് എത്തുവാണ്. അറിയാലോ, അത്രയും ഒരു 3 hours ജേർണി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആലപ്പുഴ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കണക്കിന് പോകുന്നത്. അല്ലാണ്ട് ആലപ്പുഴ പോയിട്ടുണ്ട്, ബട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടില്ല. കാരണം നോർമൽ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകും, തിരിച്ചു വരും, അങ്ങനത്തെ ആ ഒരു ഇതായിരുന്നു. ബട്ട് ഇത് ഫുള്ളി ആ ഒരു ആലപ്പുഴ എന്താണ് എന്നുള്ളതിനെ പറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പോകുന്ന വഴി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു സൈഡ് റോഡ്, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ വലിയ പുഴ ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്പുറത്തെ ആ ഒരു സൈഡിൽ വീട്. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ആലപ്പുഴ എന്നുള്ളതിനൊരു സ്പെഷ്യൽ. പുഴ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ മൊത്തത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പുഴകളാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും ആയിരിക്കണം ആ ഒരു സ്ഥലത്തിന് ആ ഒരു പേര് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുൾ ഓഫ് വാട്ടറാണ് അവിടെ. എവിടെ തിരിഞ്ഞാലും വെള്ളം വെള്ളം വെള്ളം, ഫുൾ ഓഫ് വാട്ടറിന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്കിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീടൊക്കെ ഇല്ലേ, ആ സൈഡിലുള്ള വീടുകൾക്ക് നമ്മുടെ എനിക്ക് ട്രിവാൻഡ്രത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഈ 2 വീലേഴ്സ് 4 വീലേഴ്സ് ഓരോ വണ്ടികളുള്ളത് പോലെ ആലപ്പുഴയിലുള്ള എല്ലാ വീട്ടുകാർക്കും അവരുടേതായ ഒരു വള്ളം അല്ലെങ്കിൽ ബോട്ട് ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പല ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ട്, പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ വീട്ടിലുള്ളവർ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് അവരുടെ ആ ഒരു വള്ളം ഒതുക്കിയിട്ടേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വള്ളമൊക്കെ പോകുന്നുണ്ടോ ആങ്കിൾ തുഴഞ്ഞിട്ടൊക്കെ. ഇതിനിപ്പം ഇങ്ങനെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിൽ നിർത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എനിക്ക് ഈ ഒരു ട്രാവൽ വ്ളോഗിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൻ്റേതായ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ആലപ്പുഴ ട്രിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യത്തില്ലല്ലോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താലും അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം നോർമൽ നമ്മൾ ആലപ്പുഴ ഫുൾ ഓഫ് വാട്ടർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നുള്ള ഒരു ഇതാണ് എനിക്ക്. നോർമലി ആലപ്പുഴ നോർമൽ പ്ലേസ്, ആലപ്പുഴ ടൗൺ ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഈ കണ്ടത് ഫുൾ ഓഫ് വാട്ടർ, ഞാൻ കണ്ട എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ടൗണിലൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ ഫുൾ നോർമൽ ട്രാഫിക്കിൻ്റെ ഇതും അല്ലെങ്കിൽ ഓരോ വീട്ടിലുള്ള റോഡ് സൈഡിലൊക്കെ വാഹനങ്ങളുടെ അവർക്ക് അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് ത്രൂ ഔട്ട് ആലപ്പുഴ നമ്മൾ കയറുമ്പം തന്നെ ഈ ഒരു ഓരോ പ്ലേസ് ഉണ്ടാവുമായിരിക്കും. അതെനിക്ക് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുകയാണ്, ഫുൾ ഓഫ് വാട്ടർ തന്നെയായിരുന്നു മൊത്തത്തിൽ. അതിനി ഓരോ വഴിയോ അല്ലെങ്കിൽ ഓരോ പ്ലേസോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുക്ക് ഇതുപോലെ പുഴയാണ്. പിന്നെ ഒരു റോഡുണ്ട്, ആ റോഡിൽ കൂടെയാണ് ഇങ്ങനെ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് വണ്ടിയിൽ വെച്ചിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ട്, വള്ളങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയ ഒരു സ്പോട്ടാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ പള്ളാത്തുരുത്തി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ.
എനിക്ക് കറക്റ്റ്ലി അറിയില്ല കേട്ടോ. പള്ളാത്തുരുത്തി ഇതാണ് അവിടെ എഴുതിയിരുന്നത്, അതാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള ഒരു പാലം കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടുള്ള വഴിയിൽ പോയപ്പോഴാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഓഫ് ഹൗസ് ബോട്ടാണ്, വലിയ വലിയ ഓരോ മോഡൽസിലുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രമുള്ള ഹൗസ് ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ 2 നിലയുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. ഈ 2 നിലയുള്ള ഹൗസ് ബോട്ടിൽ തന്നെ അതിൽ ഭയങ്കര ഡിഫറൻസ് ആയിട്ടുള്ളതുണ്ട്. മീൻസ് അതിൻ്റെ മുകളിൽ ഓപ്പൺ ഡോർ വരുന്നതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ചിലയിടത്ത് ടെറസ് പോലെ ഇങ്ങനെ ഓപ്പൺ അതായിരിക്കും, ചിലടുത്താണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറസുകളായിരിക്കും. അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള ഹൗസ് ബോട്ട് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ, ഏതിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു ഹൗസ് ബോട്ടിൽ ഫുൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. കണ്ടോ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത്, എന്ത് ഭംഗിയെന്നറിയാവോ ഇത്. കാരണം ആ ഫുൾ ഓഫ് വെള്ളത്തിൽ ആ ഒരു ഹൗസ് ബോട്ട് ഭയങ്കര ഒരു നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ ഹൗസ് ബോട്ടിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ കൊള്ളാം അങ്ങനെയൊക്കെ ഇത് പറഞ്ഞിട്ടില്ലേ. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ എക്സ്പ്ലോർ ചെയ്തു, അതുകൊണ്ടാണ്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ആലപ്പുഴ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. കാരണം എനിക്ക് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ആലപ്പുഴ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൻ്റെ ഇവിടെ നമ്മൾ റീച്ച് ചെയ്തു. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള ഓഫീസിലെ എല്ലാ സ്റ്റാഫും ഉണ്ട് ഈ ഒരു ട്രിപ്പിന്. സോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിന്നിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. സോ അങ്ങനെ ഈ കിടക്കുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഈ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഈ ഒരു 12 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ ആയിരുന്നു നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഹൗസ് ബോട്ടിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:15 ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിൻ്റെ പേര് തേജസ് ഹൗസ് ബോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഹൗസ് ബോട്ടിൽ ഞങ്ങൾ കയറി എല്ലാവരും, കാരണം എനിക്ക് ഇതിൽ ഭൂരിഭാഗം പേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നേക്കുന്നത്. സോ അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നു, ഹൗസ് ബോട്ടിൽ കയറി. വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ജ്യൂസൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, സോ അപ്പം ഇതൊക്കെയായിരുന്നു ആ താഴെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇതിനെ പറ്റിയിട്ട് പറയുന്നത്, എല്ലാ സ്റ്റാഫും ഇരുന്നിട്ട്. പിന്നെ ഞാൻ അവിടെ എല്ലാ റൂംസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ റൂമിൽ പോയിട്ട് അവരുടെ മിററിൽ നിന്നിട്ട് ജസ്റ്റ് ഒരു സെൽഫ് ക്യാം എടുക്കുന്നതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഓരോ റൂമിൽ നിന്നിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകളാണ് ഇതെന്ന് പറയുന്നത്. കണ്ടില്ല, ഫുൾ ഓഫ് വാട്ടറിൻ്റെ നടുക്കാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ഹൗസ് ബോട്ടിൽ 4 റൂംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. താഴെ 4 റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ എല്ലാ റൂമിലും കയറിയിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന 2-3 റൂംസിലൊക്കെ കയറി ജസ്റ്റ് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതായതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയുന്നത്. സോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഫുൾ ഓഫ് ഹൗസ് ബോട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മുടെ ബോട്ടും പോകുന്നത് കണ്ടോ. ചെറിയ ബോട്ടുകളും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വലിയ ബോട്ടുകളും അതിൻ്റെ ഇടയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിലെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. ടൂറിസ്റ്റുകാർ വരുന്നതുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നതുണ്ട്, ഫ്രണ്ട്സായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഹൗസ് ബോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് വേറൊരു ഹൗസ് ബോട്ടാണ്. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാണെങ്കിൽ കുടിയും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു. സോ ഞങ്ങൾ അത് താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മുകളിൽ നിന്നിട്ടുള്ള കുറച്ച് വ്യൂസ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഇതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇതെല്ലാം മുകളിലാണ് കേട്ടോ. താഴെ റൂംസ് ആയിരിക്കും, മുകളിലായിരിക്കും ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെന്ന് പറയും. ഇത് മുകളിൽ നിന്നിട്ടെടുത്ത ജസ്റ്റ് വിഷ്വൽസ് ആണ് കേട്ടോ. അതിൽ എല്ലാത്തിലും കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഒരു ഫ്ലോർ മാത്രമായിട്ടുള്ളതും ഉണ്ട്, 2 സെക്കൻഡ് ഫ്ലോറായിട്ട് വരുന്നതും ഉണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇത് മുകളിൽ നിന്നിട്ടെടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പോയത്, ആ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത് കൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല വെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല ഇതായിരുന്നു കേട്ടോ. ഇത് വെയിലിൽ നിന്നിട്ടുള്ള ആ ഒരു ഇതായതുകൊണ്ടാണ്. പക്ഷേ
ബോട്ടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഇത് കടലാണോ കായലാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു ഇതായിരിക്കും. കാരണം നല്ല ഒരു കടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബോട്ടൊക്കെ കാണുന്ന പോലെ ഇവിടെയും ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഇതുപോലെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ടൊക്കെ കാണുമ്പോൾ നല്ല രീതിക്ക് പേടിക്കും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്തവർ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്ന രീതിക്ക് പറയുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇതേപോലെ സ്പീഡ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര രീതിക്ക് നല്ലൊരു ഇതായിരുന്നു അവർക്ക്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് പേടി അല്ലെങ്കിൽ നല്ല രീതിക്ക് ടെൻഷനൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഇത്ര ഈസി ഇങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ ചിലതുണ്ടോ ഇത്രയും നല്ല രീതിക്ക് അത് മറിഞ്ഞൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രീതിക്കൊരു എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. കാണുമ്പോൾ നല്ല രീതിക്ക് പേടിയാണ്. അപ്പോൾ അതിനകത്ത് കയറുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ആ ഒരു സ്പീഡ് ബോട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഐ മീൻ ബോട്ട് ഇങ്ങനെ മൂവിങ് ആണ്. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഇങ്ങനെ മൂവിങ് ആണ്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു 1:30-2 മണിയൊക്കെ ആയ സമയത്ത് ലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ലഞ്ചിന് ഞാൻ എടുത്തിട്ട് അവിടെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ സാലഡ്, ആ റെഡ് കറിയുടെ പേര് കിച്ചടിയാണോ പച്ചടിയാണോ എന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ അങ്ങനെ പപ്പടം ഇതൊക്കെയായിരുന്നു ഫുഡ് ഉച്ചയ്ക്കുള്ള ലഞ്ച്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ആയിട്ട് അവിടെ സൈഡിൽ ഇരുന്നപ്പം ഒരു കിളി, ആ ഒരു കിളിയുടെ പേരെന്താണെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നത്. കൊക്കല്ല, പക്ഷെ കൊക്കിൻ്റെ വേറൊരു വെറൈറ്റിയിൽ വന്ന ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആവുന്നതനുസരിച്ചിട്ട് ആ ഒരു ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആവും, അറിയാമല്ലോ. ആ ഉച്ചയ്ക്കുള്ള വെയിലൊക്കെ മാറി തണുത്ത ഒരു അന്തരീക്ഷത്തിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഈവനിങ് ആവുന്നതനുസരിച്ചിട്ട് ഒരുപാട് ബോട്ടുകൾ വരാൻ തുടങ്ങി. കണ്ടോ, നിറയെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പം. ഞാൻ കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊണ്ട് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹൗസ് ബോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. കണ്ടോ, കടലാണോ കായലാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത പോലെ ആ ഒരു വേവ്സ് ഒക്കെ ഇങ്ങനെ വരുന്നത് കണ്ടോ. ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ഹൗസ് ബോട്ടിനകത്തുള്ള അങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഒരു ഗ്രീനായിട്ടുള്ളൊരു വാട്ടർ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കടലിൻ്റെ അങ്ങോട്ടൊക്കെ ഉള്ളൊരു ഡാർക്ക് ബ്ലൂ കളർ പോലെ ആയിരിക്കും വെള്ളത്തിൻ്റെ ആ ഒരു ഇത് വരുന്നത്. സോ ഇത് നമ്മുടെ താഴെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുത്ത ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു അങ്കിൾ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുകയായിരുന്നു ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമായിരുന്നു. സോ അപ്പം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായത് കാറ്റ് റൈറ്റിലോട്ടാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ അത് ചെയ്യുക, ലെഫ്റ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ട്, അങ്ങനെയാണ് ഇത് ഓട്ടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അവർ നമുക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഹൗസ് ബോട്ട് ഒരിടത്ത് നിർത്തി, അവിടെ നിന്ന് സ്പീഡ് ബോട്ടും ഉണ്ട്, അതുപോലെ സ്ലോ ബോട്ട് നോർമൽ ബോട്ടും ഉണ്ട്. അപ്പോൾ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അലോക്കേറ്റ് ചെയ്ത്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ്. കുറച്ച് പേർക്ക് ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യേണ്ടത്, ഒന്നുകിൽ സ്പീഡ് ബോട്ട് ഇല്ലെങ്കിൽ സ്ലോ ബോട്ട് എന്നുള്ള രീതിക്ക്. സോ ഞാൻ ചൂസ് ചെയ്തത് സ്ലോ ബോട്ടായിരുന്നു, നോർമൽ വള്ളമായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടീംസ് ഞങ്ങൾ ഇത്രയും പേരാണ് വള്ളത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അപ്പോൾ ഈ ഒരു വള്ളത്തിലെ വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.